അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിൽ വ്യത്യാസം എന്ത് എന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ പ്രസക്തമല്ലാത്ത ഒരു ചോദ്യമാണത്. കാരണം അറിവില്ലാത്ത ഒരു മനുഷ്യൻ ഇന്ന് ഇല്ല എന്നുള്ളതാണ്. ഏതൊരറിവും നമ്മുടെ വിരൽത്തുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒരാൾ പഴയ കാലത്താണെങ്കിൽ ഒരുപാട് ബൈഹാർട്ട് പഠിച്ച് കാണാതെ പഠിച്ച് ആ അറിവുകളൊക്കെ സ്വന്തം മനസ്സിൽ ശേഖരിച്ച് വെക്കുന്നവരെ നമ്മൾ അധ്യാപകരെന്നോ പണ്ഡിതരൊക്കെ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിൽ ശേഖരിച്ച് വെക്കേണ്ട, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എന്തൊരറിവും, നമ്മളിപ്പോൾ ഒരു അധ്യാപകനോട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേരൊന്ന് ഫുള്ളായി പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങും കേരളം, തമിഴ്നാട്, കർണാടക. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് പഠിക്കാത്ത ഒരുത്തൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അതിന് മുമ്പേ ഇദ്ദേഹം പറഞ്ഞു തീരുന്നേക്കാൾ മുമ്പ് തന്നെ ആ ആൻസർ ഇവിടെ കിട്ടും. അത് നമുക്ക് വായിച്ചിട്ടുമാകുമെന്നുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത്, എന്തൊരറിവും നമുക്ക് നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ, ഒന്ന് വിരലമർത്തുമ്പോൾ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ബൈഹാർട്ട് പഠിക്കുന്നത്? ഇത് സ്കൂളുകളിൽ കുട്ടികൾക്ക് വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവർ ഇനിയും ഇപ്പോഴും ഏതെങ്കിലും കാലത്ത് നടന്ന യുദ്ധങ്ങളും അതിൻ്റെ വർഷങ്ങളും അതിൻ്റെ പേരുകളൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ച് ഉറക്കയിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഈ സിസ്റ്റമൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. കാരണം ഇനി വരുന്ന AI എന്ന് പറയുന്ന ഈ റോബോട്ടുകൾ എന്തിനും അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം മൊബൈലിൽ നമ്മൾ എന്ത് പ്രസ് ചെയ്താലും എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇനിയും ബൈഹാർട്ട് പഠിച്ച് അല്ലെങ്കിൽ അറിവ് ശേഖരിച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അറിവില്ലാത്തവൻ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. എല്ലാവരും അറിയുന്നവരാണ്. ഏത് കാര്യത്തിനും അവനവർക്ക് താല്പര്യമുള്ളത് അവർ ശ്രദ്ധിക്കാറുള്ളത് എങ്കിലും ഏത് കാര്യവും ഏത് മനുഷ്യനും ഏത് സമയത്തും അറിയാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരാളെ താഴ്ത്തുകയോ അറിവുള്ളതിൻ്റെ പേരിൽ ഒരാൾ അമിതമായി അങ്ങ് പൊക്കി വെക്കുകയോ ആവശ്യമില്ല. എല്ലാവരും ഈക്വലാണ്.